വന്നു കണ്ടു കീഴടക്കി. മലയാളത്തിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള പ്രയോഗങ്ങളിലൊന്നാണത്. പക്ഷേ ഇത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നാണെന്നാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരുപാട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ യുവം പരിപാടി നടന്നു, വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് നടന്നു. ഈ സമയത്തെല്ലാം അദ്ദേഹം കേരളത്തിൽ വരികയും കേരളത്തിലെ യുവ മനസ്സുകളെ കീഴടക്കി, കേരളത്തിലെ വോട്ടർമാരുടെ മനസ്സുകളെ കീഴടക്കി പോവുകയും ചെയ്യുകയാണ്. ഒരു നെഗറ്റീവ് അഭിപ്രായം നരേന്ദ്രമോദിക്കെതിരെ പറയാൻ ആർക്കുമില്ല. നരേന്ദ്രമോദി കാരണഭൂതനല്ല, നരേന്ദ്രമോദി ഒരു ഭൂതമല്ല. അങ്ങനെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിൻ്റെ സേവകനാണെന്ന് സ്വയം അവകാശപ്പെടുന്നൊരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പത്തനംതിട്ടയിൽ വന്നിട്ടുള്ള സംഭവം തന്നെ നിങ്ങൾ ആലോചിച്ച് വെക്കുക. പത്തനംതിട്ടയിൽ എത്ര മനോഹരമായൊരു ചടങ്ങ്. ആൻ്റണി അവിടെ ലോക്സഭയിൽ നിന്ന് BJPക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. തോമസ് ഐസക് പഴയ ധനമന്ത്രി, 2 തവണ 2006-ലും 2016-ലെ VS മന്ത്രിസഭയിലും അതേപോലെ തന്നെ 2016-ലെ പിണറായി മന്ത്രിസഭയിലും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത പഴയ ആസൂത്രണ കമ്മീഷൻ അംഗം ഒക്കെ ആയിട്ടുള്ള CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് അവിടെ നിന്ന് ജനവിധി നേടുന്നു CPM-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്. സിറ്റിംഗ് MP ആയിട്ടുള്ള 3 തവണയായിട്ട് അവിടെ നിന്ന് MP ആയിട്ടുള്ള 15 വർഷം ആ സ്ഥാനത്ത് നാട്ടുകാർക്കൊരു ഗുണമില്ലാതെ കാലാവധി തികച്ച ആൻ്റണി അവിടെ നിന്ന് ജനവിധി നേടുന്നു. 2 ക്രിസ്ത്യാനികളാണ് മത്സരിക്കുന്നത്, 3 ക്രിസ്ത്യാനികളാണ്. ആൻ്റണിയാണ് 3ാമത്തെ സ്ഥാനാർത്ഥി BJPയുടെ. പക്ഷേ ഇന്ന് ഞാൻ കണ്ടത് സമകാലിക കേരളത്തിലെ ഏറ്റവും കാണാൻ നമ്മളൊക്കെ ആഗ്രഹിച്ച മനോഹരമായൊരു ദൃശ്യത്തിന് പത്തനംതിട്ടയിലെ ആ സമ്മേളനം സാക്ഷ്യം വഹിച്ചു. മുൻ മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ മകൾ, K. കരുണാകരനും AK ആൻ്റണിയും തമ്മിലുള്ള ഗ്രൂപ്പും വഴക്കും അവർ തമ്മിലുള്ള യോജിപ്പും നമുക്ക് ബോധ്യമുള്ളതാണ്. പരസ്പര ബഹുമാനം അവർക്കിടയിലുണ്ടായിരുന്നു. ഒരിക്കലും ആൻ്റണിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പോലും ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഈ യൂട്യൂബിന് അവിടുന്ന് എവിടെ നിന്നും തപ്പിയെടുത്തെടുക്കാൻ പറ്റില്ല. തിരിച്ച് ആൻ്റണി K. കരുണാകരനെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അതിനർത്ഥം പരസ്പരം പോരടിക്കുമ്പോഴും രാഷ്ട്രീയപരമായി ആശയപരമായി ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടുള്ള പരസ്പരം പോരടിക്കുമ്പോഴും വ്യക്തിപരമായ ബഹുമാനം അതിലെ എല്ലാ ഉയർന്ന തലത്തിൽ സൂക്ഷിച്ചിരുന്ന ആളുകളാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ 2 പേരുടെയും മക്കൾ അതിൽ AK ആൻ്റണി എന്തായാലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട്. AK ആൻ്റണിക്ക് അത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി, കരുണാകരന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നിമിഷം എന്ന് പറയുന്നത് ആൻ്റണിയെ പത്മജയും തമ്മിൽ കെട്ടിപ്പിടിച്ചൊരു നിമിഷം. എൻ്റെ അനിയനാണ് അനിൽ എന്നുള്ള രീതിയിലൊക്കെ കെട്ടിപ്പിടുത്തിട്ട് കവിളിലാണ് ഒരു കൈ കൊണ്ട് തലോടുന്നത്. അനിലാണെങ്കിലും ചേച്ചി എന്നുള്ള രീതിയിൽ കെട്ടിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയുണ്ട്. നമുക്ക് ആരെയും ആലിംഗനം ചെയ്യാൻ കഴിയണം. അതാണാവട്ടെ പെണ്ണാവട്ടെ, അത് മുസ്ലിം ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ. ഇവിടെ 2 പേരും 2 സമുദായത്തിൽപ്പെട്ടവരും കൂടിയാണ്. ക്രിസ്ത്യാനിയായ ആൻ്റണിയെയാണ് പത്മജ വേണുഗോപാൽ കെട്ടിപ്പിടിക്കുന്നത്, എന്നെ അനിയനാണെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നത്. നമുക്ക് മലപ്പുറത്തുകാരനാവട്ടെ, കോഴിക്കോട്ടുകാരനാവട്ടെ, തിരുവനന്തപുരത്തുകാരനാവട്ടെ, ആലപ്പുഴക്കാരനാവട്ടെ, എവിടെയാവട്ടെ പരസ്പരം ആലിംഗനം ചെയ്യാൻ കഴിയുന്ന ശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഇന്ന് ഈ മറ്റ് 2 മുന്നണികൾക്കകത്തുണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. സ്നേഹത്തിൻ്റെ പങ്കുവെക്കലാണത്, ആത്മാർത്ഥമായ ഒരുതരം പങ്കുവെക്കലാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷങ്ങളിലൊന്നും അത് തന്നെയായിരുന്നു. ആ ചടങ്ങിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചതൊന്നുമല്ല. പിന്നെ നരേന്ദ്രമോദിയെ ഇവിടെ കിടന്നിട്ട് ഈ പൊട്ടക്കിണറ്റിലെ തവളേൻ്റെ മാതിരി വെല്ലുവിളിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാണ്ട് പാണ്ടിലോറിയൻ്റെ മുമ്പിൽ മസിൽ പിടിച്ച് നിൽക്കുന്ന മാതിരി ഇങ്ങനെ വന്നിട്ട് നരേന്ദ്രമോദിയെ ഒന്നിനും കൊള്ളില്ല, നരേന്ദ്രമോദി എല്ലാത്തിനും കൊള്ളുന്നേ. നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് എന്താ പറഞ്ഞേ? ഇവരിവിടെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരിവിടെ 92-ൽ ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടു. അതിന് ശേഷം പിന്നീട് ഇപ്പോൾ അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം വന്നു. അതിന് രാമക്ഷേത്രത്തിൻ്റെ അത് വരണമെന്ന് മുസ്ലിം നേതാക്കന്മാർ തന്നെ ആവശ്യപ്പെട്ടു. അവരുടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ പ്രത്യേക സ്ഥലം മാറ്റിവെച്ചു. അവിടെ പള്ളി ഉയർത്താൻ വേണ്ടി ഹിന്ദുക്കൾ സഹായിക്കുന്നു. ഒരു പ്രശ്നവും അവിടെ ഇല്ല. കേരളത്തിലാണ് പ്രശ്നം. കേരളത്തിൽ CPM അപ്പോഴും പറയും നരേന്ദ്രമോദി വർഗീയവാദിയാണ്. നരേന്ദ്രമോദി ഇവരാണ് വർഗീയവാദം പറയണേ. ഇവിടെ CPMകാരും കോൺഗ്രസ്സുകാരാണ് വർഗീയവാദം പറയണേ. ഈ പറഞ്ഞ പള്ളിയുടെ അമ്പലത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ നോക്കുന്നത്. നരേന്ദ്രമോദി ഇവിടെ വന്നിട്ട് ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഓരോ പ്രസംഗങ്ങൾ എടുത്ത് നോക്കൂ. തൃശ്ശൂർ വന്നു, ഇപ്പോൾ പത്തനംതിട്ടയിൽ വന്നു. അദ്ദേഹം ഹിന്ദുക്കൾ വോട്ട് ചെയ്യണം,
അമ്പലം ഉണ്ടാക്കി, പള്ളി പൊളിച്ചു എന്നുള്ളതൊന്നും അല്ല പറഞ്ഞേ. അയാൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടുത്തെ നാഷണൽ ഹൈവേയുടെ വികസനം, ഇവിടുത്തെ ഏവിയേഷൻ വികസനം, ഇവിടുത്തെ മറ്റുള്ള റെയിൽവേയുടെ വികസനം, ഇവിടുത്തെ ചേരികളിലെ ആളുകളുടെ ജീവിത നിലവാരം ഉയർത്തിയത്, സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ വിജയം, ഇതൊക്കെ പറഞ്ഞ ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിനെ ഏറ്റവും കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്യുകയും അത് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും ചെയ്ത ഒരു ഭരണകർത്താവാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെയാണ് ഉത്തർപ്രദേശിലും ഗുജറാത്തിലും ഒക്കെ തുടർഭരണം ഉണ്ടാവണം ബി ജെ പിക്ക്. ഇത് പറയുമ്പോൾ ഇവർക്ക് ഒരു ദീർഘവീക്ഷണമുള്ള ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വളരെ വിഷണറി ആയിട്ടുള്ള ഒരു ലീഡറാണ് നരേന്ദ്രമോദി. അത് അദ്ദേഹം ആവർത്തിച്ച് തെളിയിക്കുക. അല്ലെങ്കിൽ ഇവർ കരുതിയത് എന്തറിയോ? ഇവർ കരുതിയത് CPM-മാരും കോൺഗ്രസ്സുകാരും കരുതിയത് അയോധ്യ ക്ഷേത്രത്തെക്കുറിച്ച് പറയും, മറ്റേതിനെക്കുറിച്ച് പറയും. അതല്ലാന്നേ, അത് പറഞ്ഞിട്ട് അയാൾക്ക് വോട്ട് വേണ്ടെന്നേ. അയാൾക്ക് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ വോട്ട് ചോദിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ളത് അദ്ദേഹം ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആര്? നരേന്ദ്രമോദി. ഇവിടെയുള്ള വിവരമില്ലാത്ത കമ്മികളും കൊങ്ങികളും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ആ ആരോപണങ്ങളെ മൈൻഡ് ചെയ്യാതെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നൊരു പുതിയ വിഷനാണ്. അടുത്ത ഭാരതമാണ്, പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരമുള്ള മണ്ണാണ്. ആ മണ്ണിൽ ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തപ്പെടും എന്ന ഒരു തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് അദ്ദേഹം പറയുകയാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ യുവം പിന്നെ റാലി നടന്നു, വന്ദേ ഭാരത് നടന്നു. അതേപോലെ തന്നെ അബ്ദുൽ കലാമിന് ശേഷം ഡോക്ടർ APJ അബ്ദുൽ കലാം, പഴയ നമ്മുടെ പിന്നെ പ്രസിഡന്റ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന ആരാ? BJP ആണെന്ന്. മുസ്ലിമാ, കാക്കയായതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊന്നും തീരുമാനിച്ചില്ല. ഹിന്ദുവിനെ കൊണ്ടുവരുന്നു, സവർണ്ണ ഹിന്ദുവിനെ കൊണ്ടുവരുന്നു, അത് കൊണ്ടുവന്നില്ല. ഇപ്പോഴും സവർണ്ണ ഹിന്ദുവിനെ കൊണ്ടുവന്നിട്ടില്ല, അതിന് മുമ്പും കൊണ്ടുവന്നില്ല. സവർണ്ണ ഹിന്ദുവിനെ ബ്രാഹ്മണനൊന്നും അല്ല കൊണ്ടുവന്നത്. ഇന്ത്യയുടെ ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് കൊണ്ടുവന്നത് പിന്നെ രാംനാഥ് കോവിന്ദിനെയാണ്. ദളിത് വംശത്തിൽപ്പെട്ട ആളാണ്, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഒരു ദളിതനെ കൊണ്ടുവന്നു. KR നാരായണന് ശേഷം പിന്നീടൊരു ദളിതൻ വരുന്നത് അദ്ദേഹമാണത്. BJP-യുടെ സ്വന്തം നോമിനിയാണ്. ആലോചിച്ച് നോക്കൂ. അതിനുശേഷം കഴിഞ്ഞ ഇപ്പോൾ സെക്കൻഡ് ടൈമിൽ ഇവർ കൊണ്ടുവന്ന ആരെയാ? ദ്രൗപദി മുർമു. ക്രിസ്തുമത വിശ്വാസിയാണ്, എന്നാൽ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ്, ആദിവാസിയാണ്. ഒരു ആദിവാസിയെ കൊണ്ടുവന്നു. ഇന്ത്യയുടെ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ ഏറ്റവും മനോഹരമായ തലത്തിലേക്ക് ഇന്ത്യയെ നടന്നടുപ്പിച്ചതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഈ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ലീഡേഴ്സും എന്നുള്ളത് ഇവിടെ വെച്ചിട്ട് അംഗീകരിച്ചാൽ പോരെ. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വപ്നം കാണാൻ യുവതയെ പഠിപ്പിച്ചത് APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമിനെ പ്രസിഡൻ്റാക്കിയത് വാജ്പേയിയുടെ മന്ത്രിസഭയുടെ കാലത്താണ്. BJP-കാരാക്കിയത്, അല്ലാതെ കോൺഗ്രസ്സുകാരും ലീഗുകാരും പിന്നെ ഈ കമ്മികളൊന്നും അല്ല ആക്കിയത്. അദ്ദേഹത്തെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കി കൊണ്ടുവന്നത് കമ്മികൾ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥി എടുത്തു. ഇവർ ഈ സുഭാഷ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ലക്ഷ്മി എന്നൊക്കെ പറയുന്ന ലക്ഷ്മിയെ പിടിച്ചിട്ട് പിന്നെ ഇയാൾക്കെതിരെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയെന്നേ. ഒരു മുസ്ലിം ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആവണ്ടെന്ന് അത് തീരുമാനിച്ചതാരാ? CPM, CPI. എന്നിട്ടാണ് ഇവർ ന്യൂനപക്ഷ സ്നേഹം പറയണത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആകെ 2 മുസ്ലിങ്ങളെ ഇന്ത്യയുടെ പ്രസിഡന്റുമാരായിട്ടുള്ളൂ. അതിലൊന്ന് BJP ഭരണ കാലഘട്ടത്തിലാണ്. അതിന് തടയിടാൻ നോക്കിയവരാണ് ഇവർ. കോൺഗ്രസ് സഹായിച്ചു, മുസ്ലിം ലീഗ് സഹായിച്ചു, എല്ലാവരും എൻ ബ്ലോക്കായിട്ട് വോട്ട് ചെയ്തു. ഇവരപ്പോൾ എതിർ സ്ഥാനാർത്ഥി നടത്തി. അപ്പോൾ എന്തായിരുന്നാലും പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ അനിലിൻ്റെയും പത്മജനുടെയും ഒരു പിന്നെ സാഹോദര്യത്തോടു കൂടിയിട്ടുള്ള ആലിംഗനം, അത് മലയാളം കാത്തിരുന്ന മനോഹരമായ കാഴ്ചയാണ്. ഇങ്ങനെയൊക്കെ രാഷ്ട്രീയക്കാർക്ക് ഇടപെടാൻ പറ്റണം. 2 പേരും 2 മുഖ്യമന്ത്രിമാരുടെ മക്കളാണ്. 2 പേരും ഇതര സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ രണ്ട് പിതാക്കന്മാരും കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഏടുകൾ തുന്നിച്ചേർത്ത ആളുകളാണ്. അതോടൊപ്പം പിണറായി വിജയനോ അല്ലെങ്കിൽ KC വേണുഗോപാലിനോ രാഹുൽ ഗാന്ധിക്കോ പറയാൻ കഴിയാത്ത രാഷ്ട്രീയം അവിടെ വളരെ കൃത്യമായി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമായിരുന്നു, ജാതിമത രാഷ്ട്രീയമല്ല എന്ന് മലയാളിക്ക് ആവശ്യം. വികസനത്തിൻ്റെ രാഷ്ട്രീയം, ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നത് ആരാണോ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ ഒരു പക്ഷേ പത്തനംതിട്ട മണ്ഡലത്തിൽ അത്ഭുതം ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്.